പത്തനംതിട്ട കുമ്പഴ ഹാരിസൺ മലയാളം എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ ജീവിതം ദുരിതത്തിലാണ്. ലയങ്ങളുടെ ശോചനീയാവസ്ഥയെക്കുറിച്ചാണ് തൊഴിലാളികൾക്കും ബന്ധുക്കൾക്കും പറയാനുള്ളത്. അടച്ചുറപ്പുള്ള ശുചിമുറികൾ പോലുമില്ലാത്ത ലയങ്ങളിലാണ് ഇവരുടെ താമസം. പൊട്ടിപ്പൊളിഞ്ഞ മേൽക്കുര, ചോർന്നൊലിക്കുന്ന ചുവരുകൾ, അടച്ചുറപ്പില്ലാത്ത ലയങ്ങൾ, യാതൊരു സുരക്ഷിതത്വമില്ലാത്ത ജീവിതമാണ് ലയങ്ങളിലെ തൊഴിലാളികളുടേത്. രാവിലെ മുതൽ രാത്രി വരെ എസ്റ്റേറ്റിൽ പണിയെടുത്ത് ഒന്നുറങ്ങാനെത്തുന്ന തൊഴിലാളികളെ കാത്തിരിക്കുന്നത് ശോചനീയാവസ്ഥയിലുള്ള ലയങ്ങളാണ്. വറ്റാത്ത വിയർപ്പിനൊപ്പം തീരാത്ത ദുരിതവും. എസ്റ്റേറ്റ് പരിസരങ്ങളിൽ വന്യമൃഗ ആക്രമണം പതിവാണ്. മഴക്കാലത്തെ പ്രശ്നങ്ങൾ വേറെ. ഒഴുക്കുന്ന വിയർപ്പിന് കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിത സാഹചര്യം വേണമെന്നാണ് ഇവരുടെ ആവശ്യം. അതിന് അന്തി ഉറങ്ങുന്ന ലയങ്ങളെങ്കിലും ആദ്യം നല്ലതാകണം. പറഞ്ഞു കുളപ്പി, പിന്നെ ടാർപ്പായൊക്കെ ഇത് മേടിച്ച് കെട്ടി വെച്ചേക്കാം. പറയുമ്പോൾ നാളെ ശരിയാക്കി തരാം, ഇന്ന് ശരിയാക്കി തരാം. പൊളിഞ്ഞു പോയി ചെത്തുപോയെങ്കിൽ എന്ത് ചെയ്യും? ഒരു പട്ടിക്കിരിക്കുന്ന വില പോലുമില്ല മനസ്സിന്. ഇപ്പോഴത്തെ കാര്യമാണ് അങ്ങനെയാണ്. ഭൂരിപക്ഷം ലയങ്ങളിലും വൃത്തിയുള്ളൊരു ശുചിമുറി പോലുമില്ല. 40-50 വർഷമായി ഹാരിസൺ എസ്റ്റേറ്റിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ ഈ ദുരവസ്ഥ വേദനിപ്പിക്കുന്നതാണ്. കാര്യങ്ങൾ തുറന്നു പറയാൻ പലർക്കും മടിയാണ്. വനമേഖലയോട് ചേർന്ന് കിടക്കുന്നതിനാൽ വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് സുരക്ഷ ഉറപ്പാക്കണമെന്നതും പ്രധാനമാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ ചിലർക്ക് ഉറക്കം പോലും ഇല്ല. എപ്പോൾ ഓടിഞ്ഞ് വീഴുമ്പോഴും അറിയത്തില്ല. ചില വീടുകളൊക്കെ അങ്ങനെ കിടക്കുന്നത്. ചിലർ അവർ സ്വന്തമായിട്ട് തന്നെ ടാർപ്പയൊക്കെ വാങ്ങിച്ച് അതിൻ്റെ മുകളിലൊക്കെ ഇട്ട ജീവിച്ചു പോകുന്നത്. 10 അടി ഉയരമില്ല. അകത്ത് ഈ കറണ്ട് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ താമസിക്കാൻ പറ്റത്തില്ല. ഈ ആസ്പെറ്റാസിൻ്റെ ചൂട് കൊണ്ട് അകത്തിരുന്ന് വേർക്കും. രാവിലെ പോയതാ കറണ്ട്, ഇതുവരെ കറണ്ട് വന്നില്ല. മിക്കവാറും കറണ്ട് ഇല്ലാതാകുക. 2 മുറിക്കും കൂടെ 1700 രൂപ കഴിഞ്ഞ മാസം അടച്ചതാണ്. എത്ര തവണ പരാതിപ്പെട്ടാലും അധികൃതർ മുടന്തൻ ന്യായം പറഞ്ഞൊഴിയുകയാണ് പതിവ്. തലമുറകളായി ഇവിടെ പണിയെടുക്കുന്നവർ നിരവധിയാണ്. തമിഴ്നാട്ടിൽ നിന്ന് എത്തിയവരാണ് പലരും. കാലം കഴിയും തോറും തൊഴിലാളികളുടെ മുഖം മാത്രമാണ് മാറുന്നത്. ജീവിതങ്ങളെല്ലാം ഒരുപോലെ തന്നെ. തലമുറകളായി കമ്പനിക്ക് വേണ്ടി പണിയെടുക്കുന്ന മനുഷ്യരാണ് ഇവിടെയുള്ളത്. ഇവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കേണ്ടത് കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്. കാലിത്തൊഴുത്തിന് സമാനമാണ് പല ലയങ്ങളും. വിഷ്ണു അസാനത്തിനൊപ്പം പത്തനംതിട്ടയിൽ നിന്നും ശ്രീരാജ്, ന്യൂസ് മലയാളം.